അച്യുതമേനോൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഇതാ സ്വരാജ് റൌണ്ടിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. സ്വരാജ് റൌണ്ടിൽ നിന്ന് വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിപിൻ, ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി അങ്ങോട്ട് എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ റാലി അത് എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഇതാ സ്വരാജ് റൗണ്ടിലേക്ക് നരേന്ദ്രമോദി എത്തുകയാണ്. അതിന്റെ ഒരു ആവേശം ഇവിടുത്തെ ഈ സ്വരാജ് റൗണ്ടിൽ നിൽക്കുന്ന ഓരോ അണികളിലും കാണാം, ഓരോ പ്രവർത്തകരിലും കാണാം എന്നുള്ളതാണ് ഇവിടുത്തെ കാഴ്ച. മുദ്രാവാക്യം വിളിച്ച് പൂക്കൾ വിതറി കൊടികൾ വീശി അവർ നരേന്ദ്രമോദിയെ വരവേൽക്കുന്നതിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ റോഡ് ഷോ ആരംഭിക്കും. 900 മീറ്ററിലാണ് ഈ റോഡ് ഷോ ഉള്ളത്. സ്വരാജ് റൗണ്ടിലെ ജനറൽ ആശുപത്രി ജംഗ്ഷൻ മുതൽ ബിനി ജംഗ്ഷൻ വരെയുള്ള ആ ഒരു പ്രദേശത്താണ് ഈ റോഡ് ഷോ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ നായ്ക്കനാൽ, മണികണ്ഠനാൽ, അതുപോലെ തന്നെ തെക്കേ ഗോപുര നട വഴി അങ്ങനെ റോഡ് ഷോ ഉണ്ട്. അതിൽ തന്നെ ഈ സുരക്ഷ വലിയ സുരക്ഷ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. 2500ഓളം പോലീസുകാരെ വെച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷയാണ്. അതുകൊണ്ട് തന്നെ രണ്ട് വശത്തും ആളുകൾക്ക് നിന്ന് കാണുന്നതിനുള്ള സൗകര്യമില്ല. ഒരു വശത്ത് മാത്രമാണ് ഈ സ്വരാജ് റൗണ്ടിനോട് ചേർന്നുള്ള ഭാഗത്ത് ആളുകൾക്ക് നിൽക്കാൻ കഴിയുകയില്ല. SPGയും അതുപോലെ തന്നെ കേരള പോലീസിന്റെയും കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഈ ഒരു ഭാഗത്തുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. ഒപ്പം വലിയ ആത്മവിശ്വാസത്തിലും വലിയ ആവേശത്തിലും BJP ക്യാമ്പ് ആകെ ഉണർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്രാവശ്യം എങ്ങനെയാ കാണുന്നത്? ഇപ്രാവശ്യം എങ്ങനെയാ? ഹാപ്പിയല്ലേ? ഹാപ്പിയാണ്, സന്തോഷം. വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് മോദിയെ കാണാനായിട്ട്. വളരെ ആവേശത്തിലാണ് എല്ലാവരും. ഇപ്രാവശ്യം തൃശ്ശൂർ കിട്ടും എന്നുള്ളതാണോ? തീർച്ചയായിട്ടും കിട്ടും. തൃശ്ശൂര് വാങ്ങിച്ചിരിക്കും. ഞാൻ കൊടുങ്ങല്ല അമ്മടനാണെന്ന് പറഞ്ഞത് വാങ്ങിച്ചിരിക്കും. കൊടുങ്ങല്ല തൃശ്ശൂർ ഞങ്ങൾക്ക് വേണം, BJPക്ക് വേണം, ഞങ്ങൾ വാങ്ങിച്ചിരിക്കും. ഇപ്പൊ കഴിഞ്ഞതിൽ സുരേഷ് ഗോപി മത്സരിക്കുന്നു, വിജയിക്കുന്നു. ഇപ്രാവശ്യം ഇപ്പൊ എന്താണ് പ്രതീക്ഷ? ഞങ്ങൾ തൃശ്ശൂർക്കാർ വാങ്ങിച്ചിരിക്കും. കൊടുങ്ങല്ലൂർ അമ്മയുടെ മക്കളെ ഞങ്ങൾ അത്രയും പ്രതീക്ഷയിൽ തന്നെയാണോ? തീർച്ചയായിട്ടും പ്രതീക്ഷയിലാണ്. അതെ, ഞങ്ങൾ എന്തായാലും നേടിയിരിക്കും. ഒരിക്കൽ കൂടി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അദ്ദേഹം എന്ത് വിഷയത്തിൽ? തീർച്ചയായിട്ടും വികസനത്തിലൂന്നിയാണ് ചർച്ച. അതെ, തീർച്ചയായിട്ടും. അതെ, അപ്പോ വികസനത്തിലൂന്നിയാണ് ഈ ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ പറയുന്നതാണ്. ഒപ്പം തന്നെ കേരളം മാറും എന്നുള്ളത് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഇന്ന് അതെ, ഈ ഒരു ആത്മവിശ്വാസം നമുക്ക് ഓരോ ആളുകളിലും കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതാ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിക്കാൻ പോകുന്നു. ഏകദേശം 900 മീറ്ററോളം വരുന്ന അദ്ദേഹത്തിന്റെ റോഡ് ഷോ BJP പ്രവർത്തകരെ സംബന്ധിച്ച്, NDA ക്യാമ്പിനെ സംബന്ധിച്ച് ഈ ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി, അതിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ചെറുതല്ലാത്ത ആത്മവിശ്വാസം നൽകും, ആവേശം നൽകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവരുടെ A ക്ലാസ് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ആദ്യം മുതൽ തന്നെ നടത്തിയ ഒരു പ്രവർത്തനം, അത് ഇപ്പോൾ ഓരോ തവണയും നമുക്ക് ആ വിജയം കാണാൻ സാധിക്കും. കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പായപ്പോൾ അക്കൗണ്ട് തുറക്കുന്നു. അത് കഴിഞ്ഞ് തദ്ദേശ തിരഞ്ഞെടുപ്പാകുമ്പോൾ തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനം BJPക്ക് ലഭിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് A ക്ലാസ് മണ്ഡലങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നു. അവിടെ സംസ്ഥാനത്തിലെ പ്രധാന നേതാക്കൾ തന്നെ മത്സരിക്കാൻ ഇറങ്ങുന്നു. സംസ്ഥാന പ്രസിഡന്റ് ഇറങ്ങുന്നു. ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ പാലക്കാട് പോലത്തെ ഒരു മണ്ഡലത്തിൽ ഇറങ്ങുന്നു. K സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നു. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ, ഒരു ക്രമീകരണത്തോടു കൂടിയാണ് ഇപ്രാവശ്യത്തെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളത് കൂടിയാണ്. ഇതിൽ എടുത്തു പറയേണ്ടത്, ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇത് 3ാമത്തെ തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരുന്നത്. ഈ 3 തവണയും ഇടത് സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് ഇടത് സഖ്യമുണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ടും അതിനൊരു ബദൽ അത് BJP ആണ്, അതിന് ഒരു വികസനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം, അത് ഇതിൽ നിന്ന് മാത്രമാണ്, അത് BJP മാത്രമാണ് ഒരു ബദൽ എന്നുകൂടി പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രസ്താവന മുൻതൂക്കിയിട്ടാണ്, ഈ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ഈ തിരഞ്ഞെടുപ്പിനെ ഇപ്പോൾ BJP നേരിടാനും ഒരുങ്ങുന്നത്. നരേന്ദ്രമോദി ഉടൻ തന്നെ ഈ റോഡ് ഷോ ആരംഭിക്കുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.